നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കുകയാണ് ആലപ്പുഴ രൂപത. തങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നവർ വോട്ട് ചെയ്യും. UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ സഭ ഇടപെട്ടെന്ന ആരോപണം രൂപത തള്ളുകയാണ്. അനധികൃത ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്നും രൂപത രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ ഫാദർ സേവിയർ കുടിയാംശേരി 24 പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഇല്ല, അങ്ങനെ വളരെ ഗൗരവമായിട്ട് രൂപത ഇടപെട്ടിട്ടില്ല. ഞാൻ രാഷ്ട്രീയകാര്യ സമിതിയുടെ ചെയർമാനാണ്. ഞങ്ങൾക്ക് നിശ്ചയമായും എല്ലാ പാർട്ടിക്കാരോടും പറയാനുണ്ട്, ഈ സമൂഹത്തെ പരിഗണിക്കണം എന്ന്. അതൊക്കെ ഞങ്ങൾ പറയും. അതല്ലാണ്ട് ഞങ്ങൾ അനധികൃതമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഈ സമയത്ത് മീൻപിടുത്തക്കാരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അവരുടെ പ്രകടന പത്രികയിൽ എഴുതി വയ്ക്കുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇത് പാലിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങൾക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വിഷയം അറിയാവുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലുമൊക്കെ കയറി വരണം. വിജയിച്ച് കഴിയുമ്പോൾ ഇവരിതെല്ലാം മറന്നു പോകുന്നു. അങ്ങനെയൊന്നും മറക്കാൻ പാടില്ല. ശരി, അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നവർക്ക് വോട്ട് ചെയ്യും, പക്ഷേ ആ ഡിമാൻഡ് മുന്നോട്ട് വെക്കാൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ഇടപാട് നടത്തിയിട്ടില്ല എന്നാണല്ലോ ഇപ്പൊ സഭ പറയുന്നത്. ഹാഷ്മി കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴ രൂപത ഇതാദ്യമായാണ് നിലപാട് വ്യക്തമാക്കുന്നത്. അതിൽ ചില കാര്യങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട്. ഈ തുടക്കകാലത്ത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെയൊക്കെ ഘട്ടത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ രൂപത ഇടപെട്ടു എന്നുള്ള വിമർശനം UDFനുള്ളിൽ നിന്ന് തന്നെ വന്നിരുന്നു. രൂപത ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥി നിർത്തണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വിവാദമായി ആ സ്ഥാനാർത്ഥി നിർണയ സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ രൂപത ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു. അനധികൃതമായ ഒരു ഇടപെടലും സ്ഥാനാർത്ഥി നിർണയത്തിൽ നടത്തിയിട്ടില്ല. തങ്ങൾക്ക് പരിഗണന വേണം എന്ന് മാത്രമാണ് UDFനോടക്കമുള്ള മുന്നണികളോട് ആവശ്യപ്പെട്ടത്. നിലവിൽ ഇപ്പോൾ രൂപതയുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ആലപ്പുഴയിലെ UDFന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ പോലും അത് രൂപത ആവശ്യപ്പെട്ട പ്രകാരം മാത്രം വെച്ചതല്ല എന്നുള്ളതാണ് രൂപത വ്യക്തമാക്കുന്നത്. രൂപതയുടെ PROയും ഒപ്പം രാഷ്ട്രീയകാര്യ സമിതി ചെയർമാനുമായ ഫാദർ സേവിയർ കുടിയാശ്ശേരിയാണ് 24 ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം മുന്നണികൾക്ക് മുന്നിലേക്ക് ചില ഡിമാൻഡുകൾ അത് രൂപത വെക്കുകയാണ്. അത് നേരത്തെ വർഷങ്ങളായി പറയുന്നതാണ്. സർക്കാർ കടുത്ത അവഗണന കടലോര ജനതയോട് കാണിച്ചു എന്നുള്ളതാണ് രൂപതയുടെ വിമർശനം. ഒപ്പം കുട്ടനാട് പാക്കേജ് പോലെ ഒരു തീര സംരക്ഷണ പാക്കേജ് സർക്കാർ അല്ലെങ്കിൽ ഇവിടെ ജയിക്കുന്ന ആളുകൾ അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണം. അതിന് പുറമെ ട്രോളിംഗ് നഷ്ടപരിഹാരം നൽകണം. നിലവിൽ അത് നൽകുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു തവണ നൽകിയതല്ലാതെ വർഷങ്ങളായി ട്രോളിംഗ് നിരോധന കാലത്ത് നൽകേണ്ട നഷ്ടപരിഹാരം മുടങ്ങിക്കിടക്കുകയാണ്. അത് പൂർവ്വസ്ഥിതിയിൽ എത്തിച്ച് കൃത്യമായി നൽകണം. ഒപ്പം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ ഒരു ഇടപെടൽ നടത്തണം. നിലവിലത്തെ ആ ഇടപെടൽ സർക്കാരിന്റെ രീതിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ കടുത്ത പരാജയം എന്നാണ് രൂപത പറയുന്നത്. ഒപ്പം ഈ കടൽ അപകടങ്ങളിൽ പെടുന്നവരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു സംവിധാനവും നിലവിൽ സർക്കാർ ഇറക്കിയിട്ടില്ല. അതിൽ വിമർശനമായി പറയുന്നത് ഒരു വഞ്ചി പോലും സർക്കാർ കടലോരങ്ങളിൽ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതടക്കമുള്ള പ്രശ്നങ്ങൾ നിരവധിയായ എണ്ണമിട്ട് പറയാനുള്ള നിരവധി ആവശ്യങ്ങൾ രൂപത മുന്നണികൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. ഇത് ഔദ്യോഗിക മുന്നണികളെ അറിയിക്കുകയും ചെയ്യും. ഇപ്പോൾ പ്രകടന പത്രികയൊക്കെ തയ്യാറാക്കുന്ന സമയമാണ്. പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ ആലപ്പുഴ രൂപത ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തണം. അത് നടപ്പാക്കും എന്ന് ഉറപ്പ് തരുന്ന മുന്നണിക്ക് സ്ഥാനാർത്ഥിക്കായിരിക്കും രൂപതയുടെ വോട്ട് എന്നുള്ളതാണ് പ്രധാനമായും രൂപത പറയുന്നത്. ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രം ഏകദേശം 70,000-ഓളം വോട്ടാണ് രൂപതയ്ക്ക് കീഴിലുള്ളത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ വിജയം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായി രൂപതയുടെ നിലപാട് മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി ക്രിസ്റ്റിന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.